ഗുഡ് ഈവനിങ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റെപ്സ് ടു ഇംപ്ലിമെൻറ്റ് ലാഡർ ഡയഗ്രാം പ്രോഗ്രാം ടു എ PLC കിറ്റ്. ഒരു PLC കിറ്റിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രോഗ്രാം അഥവാ ലാഡർ ഡയഗ്രാം പ്രോഗ്രാം എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്, ആ പ്രോഗ്രാമിന് അനുസൃതമായ റിസൾട്ട് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 സീരീസ് കിറ്റുകളാണ് അലൻ ബ്രാഡ്ലി, ജി ഫെനുക്ക്. അപ്പോൾ അതിൽ ജി ഫെനുക്ക് എന്ന സീരീസിൽപ്പെട്ട PLC കിറ്റിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കാരണം നമ്മുടെ ലബോറട്ടറിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മുടെ കൈവശമുള്ളത് ജി ഫെനുക്ക് സീരീസിൽപ്പെട്ട കിറ്റാണ്. അപ്പോൾ ജി ഫെനുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് പറയുന്നത്. അപ്പോൾ ഈ ഇമേജിൽ കാണുന്ന ഇതാണ് ഏകദേശം ഒരു PLC കിറ്റ്, അതുപോലെ പ്രോഗ്രാമിംഗ് ഡിവൈസ്. അപ്പോൾ ഇവിടെ പ്രോഗ്രാമിംഗ് ഡിവൈസായിട്ട് ഒരു ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരിക്കുന്നു. അതിലാണ് നമ്മുടെ പ്രോഗ്രാംസ് പ്രോഗ്രാം ചെയ്യുക. അതിനുശേഷം അതിൽ നിന്ന് പ്രോഗ്രാം PLCയിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പോൾ സ്റ്റോർ ചെയ്യാൻ അതിൻ്റെ സീരിയൽ പോർട്ട് വഴി PLCയുടെ ICയിലേക്ക് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ പ്രൊസസ്സറിലേക്ക് ഡയറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനനുസൃതമായിട്ട് PLC പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സെൻട്രൽ ഭാഗത്ത് കാണിച്ചിരിക്കുന്ന ഇവിടെയാണ് അതിൻ്റെ പ്രൊസസ്സർ അല്ലെങ്കിൽ IC നിലകൊള്ളുന്നത്. ഇനി ഈ കിറ്റിലെ I എന്ന് അറിയപ്പെടുന്നൊരു ഭാഗമുണ്ട്. അതായത് ഇവിടെ I1, I2, I3, I4 4 ഭാഗങ്ങളുണ്ട്. I എന്നറിയപ്പെടുന്നത് അതിൻ്റെ ഇൻപുട്ടാണ്. ഇൻപുട്ടിനെയാണ് I എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ പ്രകാരം നമുക്ക് 4 ഇൻപുട്ടുകളാണ് നമ്മുടെ കിറ്റിൽ നമുക്ക് ലഭിക്കുന്നത്. I1, I2, I3 ആൻഡ് I4. അപ്പോൾ ഇൻപുട്ടായിട്ട് ഇവിടെ ഉള്ളത് ടോഗിൾ സ്വിച്ചുകളാണ്. അപ്പോൾ 4 സ്വിച്ചുകളാണ് നമുക്ക് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. അതുപോലെ Q1, Q2, Q3, Q4 എന്നീ പേരുകളിൽ 4 ഔട്ട്പുട്ടുകളുണ്ട്. ഇവിടെ Q എന്നാണ് ഔട്ട്പുട്ടിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 4 ഔട്ട്പുട്ടുകൾ 4 LED രൂപത്തിൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ മെയിൻ ടോഗിൾ സ്വിച്ച് റണ്ണ്, സ്റ്റോപ്പ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നാം ചെയ്ത പ്രോഗ്രാം റൺ മോഡിലാക്കുകയാണെങ്കിൽ, ഈ സ്വിച്ച് റൺ മോഡിലാക്കുകയാണെങ്കിൽ പ്രോഗ്രാം അതിൽ റൺ ചെയ്ത് റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. ഇനി എസ് എന്നുള്ള ഭാഗമാണെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പ് മോഡാണ്. സ്റ്റോപ്പ് മോഡിലേക്ക് കിറ്റ് പോകുന്നു. ഇനി ഈ PLC കിറ്റ് വർക്ക് ചെയ്യുന്നത് 24 വോൾട്ട് DC-യിലാണ്, അഥവാ 230 വോൾട്ട് AC-യാണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും DC നൽകാൻ വേണ്ടിയിട്ട് കിറ്റിനകത്ത് തന്നെ ഇൻബിൽഡായിട്ട് റെക്ടിഫയർ മൊഡ്യൂൾ ഉണ്ടാവും. ആ റെക്ടിഫയർ 24 വോൾട്ട് DC-യാണ് നമുക്ക് നൽകുന്നത്. ആ 24 വോൾട്ട് DC ഇൻപുട്ടിൻ്റെ പാനലിലേക്കും ഔട്ട്പുട്ട് പാനലിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് സെപ്പറേറ്റായിട്ട്. ഇൻപുട്ട് ഭാഗം എന്ന് പറയുന്ന സ്വിച്ചിൻ്റെ ബോർഡിലേക്ക് പാനലിലേക്കും അതുപോലെ LED പാനലിലേക്കും 24 വോൾട്ട് വീതം
ബൈപാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ PLC കിറ്റിൻ്റെയും അതുപോലെ പ്രോഗ്രാമിംഗ് ഡിവൈസിൻ്റെയും ഒരു ഓവർവ്യൂ. ഇനി നാം പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ നമ്മുടെ GFNU കിറ്റിൽ നാം ഉപയോഗിക്കുന്നൊരു സോഫ്റ്റ്വെയറാണ് വെർസ പ്രോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ. വെർസ പ്രോയിലാണ് നാം പ്രോഗ്രാം ചെയ്യുന്നത്. പ്രോഗ്രാം ചെയ്തതിന് ശേഷം സീരിയൽ പോർട്ട് വഴിയിട്ട് PLC കിറ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് വെർസ പ്രോ അതിലെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്സാണ് പറയാനുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൽ കാണുന്ന വെർസ പ്രോ എന്ന സോഫ്റ്റ്വെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഫയലിൽ നമ്മളൊരു ന്യൂ ഫയൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ന്യൂ ഫയലിന് ഒരു നെയിം കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാവുന്നതാണ്. ഇവിടെ ഉദാഹരണമായിട്ട് സ്വിച്ച് എന്നുള്ള ഒരു ഫയൽ നെയിമാണ് നാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ ഉതകുന്ന ഒരു പ്ലാറ്റ്ഫോം റെഡിയായി. അപ്പോൾ സ്വിച്ച് എന്നുള്ള ഒരു പുതിയ ഫയൽ ഓപ്പണായി. അതിലാണ് നാം പ്രോഗ്രാം ചെയ്യേണ്ടത്. ആ ഫിനിഷോട് കൂടി നമുക്ക് ചെയ്യാനുള്ള പുതിയൊരു പ്ലാറ്റ്ഫോം റെഡിയായി. ആ പ്ലാറ്റ്ഫോമിനെ പറയുന്ന പേരാണ് മെയിൻ BLK എന്ന പേരിൽ അറിയപ്പെടുന്ന മെയിൻ ബ്ലോക്ക് എന്ന് പറയുന്നു. ഈ മെയിൻ ബ്ലോക്കിലാണ് നാം പ്രോഗ്രാം ചെയ്യേണ്ടത്. ഇതൊക്കെ തുടർന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ ബ്ലോക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഈ 4 സ്റ്റെപ്സ് ഉപയോഗിച്ചാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇനി അങ്ങോട്ടുള്ള ഗമനം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏകദേശം ഫിഗർ. ഈ ഡോട്ടഡ് ഭാഗമായി കാണുന്ന ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന മെയിൻ ബ്ലോക്ക്. അതായത് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്വിച്ച് എന്നുള്ള ഒരു മെയിൻ ബ്ലോക്ക്. ഏത് പേരിലാണെങ്കിലും ഈ രൂപത്തിലാണ് മെയിൻ ബ്ലോക്ക് ഉണ്ടാവുക. ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാം നാം വരയ്ക്കുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതുന്നത്. പ്രോഗ്രാം എഴുതുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ആവശ്യമുള്ള സിമ്പിൾസൊക്കെ ഉണ്ടാവും. ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും അതുപോലെ കണക്റ്റിംഗ് വയേഴ്സിൻ്റെയും എല്ലാ സിമ്പിൾസും അവിടെ ഉണ്ടാവും. നമുക്ക് ഏകദേശം അവിടുന്ന് ആവശ്യമുള്ളത് അവിടുന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഈ മെയിൻ ബ്ലോക്കിലെ ഓരോ റങ്ങിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് മെയിൻ ബ്ലോക്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഓരോ ലൈനും റങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈൻ റങ് 1 ആണെങ്കിൽ റങ് 2, റങ് 3, റങ് 4 ഈ ക്രമത്തിൽ എന്ത് ചെയ്യുന്നു, റങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് റങ് 1ന് ശേഷം റങ് 2, റങ് 3 എന്നുള്ള ക്രമത്തിൽ എന്ത് ചെയ്യാം, ഓരോ ഭാഗവും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 2 സ്വിച്ചുകൾ സീരീസായി കണക്ട് ചെയ്തിരിക്കുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഫിഗറിൽ ഒരൊറ്റ റങ്ങാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റങ് 1ൽ മാത്രമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 2 ഇൻപുട്ട് സ്വിച്ചുകൾ സെലക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ ഒരു ഔട്ട്പുട്ടും 1I 2I 1Q. ഇവിടെ ഒന്നാമത്തെ ഇൻപുട്ട് എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മുകൾ IQ ഇതൊക്കെ അഡ്രസ്സിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം ഫിഗറിൽ കാണിച്ചു, നമുക്ക് ആ ഫിഗറിൽ 4 ഔട്ട്പുട്ടും 4 ഇൻപുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ ഇഷ്ടമുള്ള
ഇൻപുട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പ്രോഗ്രാം പ്രകാരം 2 ഇൻപുട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 1i അതായത് ഒന്നാമത്തെ ഇൻപുട്ടും അതുപോലെ 2i രണ്ടാമത്തെ ഇൻപുട്ടും. ഔട്ട്പുട്ടായിട്ട് 1q ഒന്നാമത്തെ ഔട്ട്പുട്ട്. നമുക്ക് ഇഷ്ടപ്രകാരം ഏത് ഇൻപുട്ടും ഏത് ഔട്ട്പുട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇൻപുട്ട് അതുപോലെ ഒന്നാമത്തെ ഔട്ട്പുട്ടാണ്. പ്രോഗ്രാം എഴുതിയിരിക്കുന്നത് റങ് 1ലാണ്. ഇതിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഈ ഭാഗമാണ് ഇതിൻ്റെ പവർ ലൈന്. ഈ പവർ ലൈനുമായി ടച്ച് ചെയ്തുകൊണ്ട് തന്നെ പ്രോഗ്രാം എഴുതേണ്ടതാണ്. എങ്കിൽ മാത്രമേ പ്രോഗ്രാം വർക്കാവുള്ളൂ. മാത്രമല്ല ഈ കൊടുക്കുന്ന ഓരോ സിമ്പലിനനുസരിച്ചും അതിൻ്റെ അഡ്രസ്സ് അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ഈ ഫിഗറിൽ ഈ 1i 2i അതിന് പകരം 3i ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1i ഇവിടെ 3i ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കിറ്റിൽ മൂന്നാമത്തെ ഇൻപുട്ട് സെലക്ട് ചെയ്യേണ്ടി വരും. അത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഔട്ട്പുട്ടിൻ്റെ കേസിൽ അതുപോലെ തന്നെയാണ്. എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നൊക്കെ തുടർന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് 2 സ്വിച്ചുകൾ സീരീസായി കണക്ട് ചെയ്തിരിക്കുന്നു അതിൻ്റെ ലാഡർ ഡയഗ്രാം പ്രോഗ്രാം. ഇപ്രകാരം പ്രോഗ്രാം ആ മെയിൻ ബ്ലോക്കിൽ പ്രോഗ്രാം എഴുതുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം ഇവിടേക്ക് എഴുതിയ ശേഷം ഈ പ്രോഗ്രാമിനനുസരിച്ച് ഇവിടെ ഇൻപുട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ 1i 2i അതുപോലെ 1q ആണ് ആ പ്രോഗ്രാമിൽ കൊടുത്തത്. അത് പ്രകാരം ഇവിടെ ഒന്നാമത്തെ ഇൻപുട്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ആ സ്വിച്ചിന് നേരെ ആ ഭാഗം ഷോർട്ട് ചെയ്യേണ്ടതുണ്ട്. കണക്റ്റ് വയർ ഉപയോഗിച്ച് ഷോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ രണ്ടാമത്തെ സ്വിച്ച് ആയതുകൊണ്ട് രണ്ടാമത്തെ ഭാഗവും ഷോർട്ട് ചെയ്തു. 3ഉം 4ഉം നാം ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ആ ഭാഗം ഫ്രീ ആണ്. അതുപോലെ ഔട്ട്പുട്ടായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് Q ആണ്, 1q ആണ്. അതുകൊണ്ട് തന്നെ 1q ഇവിടെ ഷോർട്ട് ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ്. 2ഉം 3ഉം 4ഉം അവിടെ ഫ്രീ ആണ്. നമുക്ക് പ്രോഗ്രാമിൽ ഏത് പ്രകാരമാണോ എഴുതിയിരിക്കുന്നത് അതേ പ്രകാരം ഇവിടെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ സോഫ്റ്റ്വെയർ ഭാഗം ഇവിടെ എന്താണോ എഴുതിയത് അത് പ്രകാരം ഇതിൻ്റെ കണക്ഷൻസും നമ്മൾ ക്രമപ്പെടുത്തേണ്ടതാണ്. ഇനി ആദ്യം ഇവിടെയുള്ള കണക്ഷൻ ചെയ്തതിന് ശേഷം, അതായത് കിറ്റിലുള്ള വയറിങ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് പ്രോഗ്രാം എഴുതിയാലും മതിയാവും. അപ്പോൾ രണ്ടും ഒന്നായിരിക്കണം എന്നർത്ഥം. അതിനുശേഷം ഇങ്ങനെ പ്രോഗ്രാം എഴുതിയതിന് ശേഷം ഈ സ്ക്രീനിൽ എഴുതിയ പ്രോഗ്രാം ഈ കിറ്റിലേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരണം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണം. അതിനുള്ള സ്റ്റെപ്സാണ് ഇനി പറയുന്നത്. സ്ക്രീനിലെ മെയിൻ ബ്ലോക്കിലെ ഇടതുവശത്തായിട്ട് PLC എന്നുള്ളൊരു സ്വിച്ച് ഉണ്ടാവും. ആ PLCയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ നിന്ന് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് PLC സ്റ്റോപ്പാണ്. അതായത് നാം ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഇതിനു മുമ്പ് അതിൽ പ്രോഗ്രാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അത് സ്റ്റോപ്പ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പായിട്ട് അതേ PLCയിൽ പോയിട്ട് PLC ക്ലിയർ ആണ്, അതായത് ആദ്യം ഇതിലുണ്ടായിരുന്ന പ്രോഗ്രാം എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അപ്പോൾ ഈ 2 ഭാഗങ്ങളും നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യാവുന്നതാണ്. അതിന് പ്രോഗ്രാം ചെയ്തതിന് ശേഷം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി അടുത്തതാണ് PLCയിൽ വീണ്ടും പോയിട്ട് PLC സ്റ്റോർ. ഇനിയാണ് നാം ഇവിടെ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്ന സ്റ്റെപ്പ്, PLC സ്റ്റോർ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നാം ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഇതിലേക്ക് സ്റ്റോർ ആവുന്നു. അതിനുശേഷം PLC റണ്ണാണ്, PLC റൺ. അവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിനനുസരിച്ച് PLC റണ്ണാവുന്നു. അപ്പോൾ ഇങ്ങനെ മെയിൻ 4 സ്റ്റെപ്പുകളാണ്
ഈ പ്രോഗ്രാം അതിൽ വർക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ 2 ഇൻപുട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2 സ്വിച്ച് സീരീസ് ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം 2 സ്വിച്ച് ഓഫ് കണ്ടീഷനിൽ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ലഭിക്കേണ്ടത് അത് Q1 ലഭിക്കുന്നു. അതുപോലെ 0 0 0 1 1 0 1 1 ഓരോ സ്വിച്ചും ഓരോ കണ്ടീഷൻ ചേഞ്ച് ചെയ്തതിന് ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇതാണ് PLC ചെയ്ത പ്രോഗ്രാമനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് കിറ്റിന് തരുന്നുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാം. ഇതുപോലെ നെക്സ്റ്റ് അടുത്തതായിട്ട് ഒരു പ്രോഗ്രാമും കൂടെ പറയുകയാണ്. 2 സ്വിച്ചുകൾ പാരലായിട്ട് കണക്ട് ചെയ്താൽ അത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് കാണിക്കാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ 2 ഇൻപുട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 1I ആൻഡ് 2I, ഔട്ട്പുട്ടായിട്ട് 1Q. പക്ഷേ ഫിഗറിൽ ഇവിടെ പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ 2 റങ്ങുകൾ ഉപയോഗിച്ചിരിക്കുന്നു, റങ് 1 ആൻഡ് റങ് 2. ആ പ്രോഗ്രാമിൻ്റെ വലിപ്പത്തിനനുസരിച്ച് റങ്സിൻ്റെ ഉപയോഗവും കൂടി വരുന്നതാണ്. അപ്പോൾ ഇവിടെ 2 റങ്ങുകൾ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്, റങ് 1 ആൻഡ് റങ് 2. അപ്പോൾ ഇവിടെയും 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടാണ്. നേരത്തെ പോലെ തന്നെ 1I 2I ആണ് ഇൻപുട്ടായിട്ട് എടുത്തിരിക്കുന്നത്, 1Q തന്നെയാണ് ഔട്ട്പുട്ടായി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കണക്ഷനിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. കാരണം 2 ഇൻപുട്ടുകൾ തന്നെയാണ്. 1I ഫിഗറിൽ I1 എന്ന് കാണിക്കുന്നു, പക്ഷേ പ്രോഗ്രാമിൽ എഴുതുമ്പോൾ 1I എന്നാണ് എഴുതേണ്ടത്. I2 പ്രോഗ്രാം എഴുതുമ്പോൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ 2I എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ആ 2 ഇൻപുട്ട് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ 1Q ആണ്, അതുകൊണ്ട് ഈ ഭാഗം തന്നെ നാം നിലനിർത്തുന്നു. അതായത് 2 സ്വിച്ചുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോഴും പാരലായിട്ട് കണക്ട് ചെയ്തപ്പോഴും ഒരേപോലെ ഇൻപുട്ടും ഒരേപോലത്തെ ഔട്ട്പുട്ടാണ് നാം എടുത്തിരിക്കുന്നത്. ഇനി അത് വ്യത്യാസപ്പെടുത്തണമെങ്കിൽ വ്യത്യാസപ്പെടുത്താം, പക്ഷേ ഇവിടെ ഒരുപോലെ ആയാലും കുഴപ്പമില്ല. ഇവിടെ പ്രോഗ്രാമാണ് വ്യത്യാസപ്പെടുള്ളത്, ആ പ്രോഗ്രാമിനനുസരിച്ചാണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നേരത്തെ കാണിച്ച പോലെ ആ പ്രോഗ്രാം ഈ സ്ക്രീനിലേക്ക് എഴുതുകയും ഇതേ സ്റ്റെപ്സ് ഉപയോഗിച്ച് PLC സ്റ്റോപ്പ്, PLC ക്ലിയർ, ഇത് പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഇതിലും കുഴപ്പമില്ല. അതിനുശേഷം PLC സ്റ്റോറാണ്, നമ്മൾ ചെയ്ത പ്രോഗ്രാം അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. PLC റണ്ണ് ചെയ്തതിന് ശേഷം അതേ കണ്ടീഷൻ 2 സ്വിച്ചുകളെ പാരലായിട്ട് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കണ്ടീഷൻ ടേബിൾ ഇതുപോലെ സ്വിച്ചുകൾ കണ്ടീഷൻ മാറ്റിയതിന് ശേഷം അതിനനുസരിച്ച് ക്യൂവിൽ ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് PLCയിലേക്ക് ജീഫനുക്കിൻ്റെ PLC കിറ്റിലേക്ക് പ്രോഗ്രാം ചെയ്യുന്ന അതിൻ്റെ സ്റ്റെപ്സ് പറയുന്നത്. ഇനി അടുത്ത പ്രോഗ്രാം അനുസരിച്ച് സ്റ്റെപ്സുകളൊക്കെ സെയിമാണ്, പ്രോഗ്രാം എഴുതുമ്പോൾ മാത്രമാണ് അതിൽ വ്യത്യാസപ്പെടുത്തേണ്ടത്.